വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി പരിപാടിക്ക് പോകാം കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ അനിയത്തില്ലേ, കസിൻ സിസ്റ്റർ, അവളുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പേരാമ്പ്ര, കുറ്റ്യാടി ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് ആ ഭാഗത്തേക്കാണല്ലോ, അപ്പോൾ അവിടെ നിന്നാണല്ലോ ഡ്രസ്സ് എടുക്കാം. അപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും മോനപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അവിടേക്ക് ചെന്നാൽ മതി. അവിടുന്ന് അവരവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് അറിയില്ല. ഞാൻ ശ്രുതീൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമുക്ക് വഴിയെ പറയാം എങ്ങനെയാണെന്നുള്ളത്. പോകുന്നത് ചിലപ്പോൾ ഞങ്ങൾ കയറുന്ന ബാലുശ്ശേരി ബസ്സിൽ തന്നെ അവർ കയറും. ശ്രുതിയും അനിയനും ഉണ്ടാവും, അവർ കയറും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോകും. അല്ലെങ്കിൽ ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടി പോവും. അങ്ങനെ ആയിരിക്കും. എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് പോവാം കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ കക്കോടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലുശ്ശേരി ബസ് കയറിയിട്ട് ശ്രുതീൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ് കേട്ടോ. അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ശ്രുതീൻ്റെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ, ഒരുപാട് ദൂരം നടക്കാനില്ല. ഫൈനലി ഗൈസ്, നമ്മളിപ്പോൾ ശ്രുതീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തി കേട്ടോ, ഓൾമോസ്റ്റ് ഇവിടെ എത്തി. അവളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗം വരാൻ. ഞാൻ ഡ്രൈവറോട് പറയാം, ഇതിൽ വെള്ളമില്ല, വെള്ളം കുറവാ. നമുക്ക് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. എന്നാലും ഞാൻ നല്ലോണം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ എത്തി. നല്ല വയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. കാണിച്ചു തരാം. നല്ല തണലാണ്. അപ്പോൾ ഇത് ശ്രുതീൻ്റെ വീടിൻ്റെ നേരെ മുൻപിലുള്ള വയലാണ് കേട്ടോ. കുന്നും മലയും വയലൊക്കെയാണ്. ഇത് തോടാണ്, നിറയെ വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അവളെ വീട്ടിൽ പോയിട്ട് അവളെ ഡ്രസ്സ് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നില്ല. അവർ ബാലുശ്ശേരി കാത്തു നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മളില്ലേ, നമ്മൾ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കല്യാണ പെണ്ണിതാ. എന്താടാ പ്രാന്തൻ, ഇത് പ്രാന്തൻ. അപ്പൊ നമ്മളാണ് കേട്ടോ. ശരിക്കും വാവേ ഒരു ഹായ് പറയുവാവേ. പെൺകുട്ടികളൊക്കെ ഉണ്ടാവും നമ്മുടെ ഫാൻസായിട്ട്. വെറുതെ എന്തിനാ. ഇത് വാവ, ശ്രുതീൻ്റെ രണ്ടാമത്തെ അനിയനാണ് കേട്ടോ. ഏറ്റവും ഇളയ അനിയനാണ്. 2 ആങ്ങളമാരാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ് കയറി ബാലുശ്ശേരി സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരുന്നതിന് നേരെ മുമ്പ് തന്നെ ഇതേപോലെ ഡ്രൈവർ ബാക്കിലുണ്ടാവുമല്ലോ, ബാക്കിലുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ നല്ലോണം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂം ചെയ്തപ്പോൾ ശ്രുതി അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, അതിൽ മിററിലൂടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ കുറേ ദൂരം പോകാനുണ്ട് നമുക്ക്. ഇപ്പോൾ ബാലുശ്ശേരി എത്തിയിട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാലുശ്ശേരി സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു സ്റ്റാൻഡുണ്ട് ലൈൻ ബസ്സിൻ്റെ. കൊയിലാണ്ടി, പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന ബസ്, അതേപോലെ പൂനൂർ അങ്ങനെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ബാലുശ്ശേരി എന്ന് പറയുമ്പോൾ വലിയൊരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിനെ പോലെ തന്നെ വലിയ ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കല്യാണ ചെക്കൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നേ. അപ്പോൾ ഞാനും മോനും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അവനെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇനി ബസ് കയറുകയാണ് കേട്ടോ. കാരണം നമ്മൾ പ്ലാനൊന്ന് ജസ്റ്റ് മാറ്റി. കാരണം അവർ പേരാമ്പ്രയിൽ നിന്ന് ബാലുശ്ശേരിയിലേക്ക് നമ്മളെ കൂട്ടാൻ വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമല്ലേ. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു വേണ്ട, എന്നാലും ഞങ്ങൾ ഉള്ളേരിയിലേക്ക് വരാം, അവിടേക്ക് കൂട്ടാൻ വന്നാൽ മതി. അപ്പോൾ അത്ര ദൂരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഉള്ളേരിയിലേക്ക് ബസ് കയറി പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളേരി എത്തിയിട്ട് വെള്ളം കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കയറിയതായിരുന്നു. അപ്പോൾ തന്നെ ആൾ വിളിച്ചു ഞാനിവിടെ എത്തിയെന്നല്ല. അപ്പോൾ ഞങ്ങൾ വെള്ളമൊന്നും കുടിച്ചില്ല, വേഗം ഞങ്ങൾ കാറിൽ കയറിയോ.
ഇതാണ് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിട്ടുള്ള സെൻറ്റർ കേട്ടോ. ഗ്രാൻഡ് ഹൗസാണ്. ആക്ച്വലി ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം 16-ാം തീയതിയാണ് ഇനോഗ്രേഷൻ. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങിൻ്റെ സെക്ഷൻ മാത്രം ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റാഫാണെങ്കിലും എല്ലാവരും നല്ല നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. അവരുടെ ഫാമിലി ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ഇനി. ഈ ചിരിക്കുന്ന ആളൊക്കെ ഉണ്ടോ? അതാണ് ശ്രുതീൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫ് കേട്ടോ. നാത്തൂൻ, മൂത്തശ്ശി എന്നൊക്കെ പറയും ഞങ്ങളങ്ങോട്ടേക്ക്. ഓക്കെ, അത് അഞ്ചേച്ചിയാണ്. വേറെയും പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സ്വഭാവമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു. നമ്മളെ നേരിട്ട് കാണുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണ ചെക്കനാണെങ്കിലും എല്ലാവരെയും നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ പുറകിൽ നിൽക്കുന്നതൊക്കെ ചേച്ചിമാരാണ് കേട്ടോ. നാത്തൂന്മാരായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ചേച്ചിയായിരുന്നു സാരീൻ്റെ സെക്ഷനൊക്കെ എടുത്തന്ന്. ഈ ചേച്ചീൻ്റെ പേര് അഞ്ജു എന്നാണ് കേട്ടോ. ഓക്കെ, നല്ല ക്യാരക്ടറായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു തരികയും എല്ലാം സെറ്റാക്കി തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ സാരി നമുക്ക് എടുത്ത് കാണിച്ചു തരുമല്ലോ, നമ്മൾ പറയുന്ന ഏതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സാരികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുമല്ലോ, നമുക്ക് ഏതാണോ പറ്റുന്നത്, അവർക്ക് ചേരുന്ന കളറ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിടിപ്പിച്ചിട്ടില്ല അവരെ കൊണ്ട്. നമ്മൾ പറഞ്ഞ സാധനങ്ങൾ എടുത്ത് അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. ഓരോ നമ്മൾ മാറ്റി വയ്ക്കുന്ന സാരി അവർ ജസ്റ്റ് ട്രയൽ നോക്കുമല്ലോ, അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളൊരു സാരി ആയിരുന്നു ഇത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ട്രയൽ നോക്കുക. വേറെയും ഒരുപാട് കല്യാണ പെണ്ണുങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ അതിൻ്റെ ഫ്ലോർ മാനേജറാണോ അതോ ആരാന്നറിയില്ല, ഒരു ആൾ വന്നിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അവളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആൾ കേട്ടോ. നല്ല നമ്മളെ കൂടെ തന്നെ നടന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇപ്പോൾ ഇനോഗ്രേഷൻ വരുന്നേ ഉള്ളൂ. 16-ാം തീയതി എങ്ങാനും ഇനോഗ്രേഷൻ വരുന്നേ ഉള്ളൂ. കണ്ടോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് തന്നെ അവർ അത്രമാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ എടുക്കാനുള്ള സാരി, അല്ലാതെ എടുക്കാനുള്ള സാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചുരിദാർ, ഓരോ സ്ഥലത്തൊക്കെ പോകാനുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സേവ് ദി ഡേറ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ധാവണിയാണ് നോക്കുന്നത്. അപ്പം അതും എടുത്തു. പിന്നെ മോനും വാവയും പിന്നെ അവരെ കൂട്ടത്തിൽ ഏച്ചിമാരെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പെട്ടെന്ന് തന്നെ കമ്പനിയായി. മക്കളാണല്ലോ, അവർ പെട്ടെന്ന് സെറ്റ് ആകുമല്ലോ. എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. ഞങ്ങൾ പോലും കാണാത്ത സ്ഥലങ്ങൾ എൻ്റെ മോനും മറ്റേ മോനും കൂടി, അവൻ്റെ പേരും ആദീന, അവനും കൂടി കാണാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഞങ്ങൾ അവസാനം തിരഞ്ഞ് നടക്കലായി. അത്രത്തോളം കമ്പനി ആയിപ്പോയി അവർ. അപ്പോൾ നമ്മൾ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോവാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ, വെറൈറ്റി ആയിട്ട്. നമ്മളങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുന്ന ആളല്ല. എന്നെ ഇവളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കയ്യിലൊരു 500 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 250, 250 2 രൂപ ഞങ്ങൾ വാങ്ങിക്കും. ഞങ്ങൾ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല. ഞങ്ങൾ ആദ്യം നോക്കുക വിലയാണ്. വില എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങനെയുള്ളത് വാങ്ങിക്കുന്ന ആളുകളാണ് നമ്മൾ. എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല. ഞങ്ങളെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഞങ്ങൾ അറിയാതെ നോക്കിപ്പോവും ആ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു വിലേൻ്റെ കാര്യങ്ങൾ നോക്കിയേ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് സാരി അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു. ഇത് ചുരിദാർ നോക്കിയിരുന്നു കേട്ടോ. എന്തെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചുരിദാർ നോക്കി. ഇതിപ്പോൾ കല്യാണ ചെക്കൻ്റെ സെക്ഷനിലേക്ക് പോയതാണ് കേട്ടോ. കല്യാണ ചെക്കൻ ഇടാനുള്ള കല്യാണത്തിൻ്റെ ആ ഡ്രസ്സില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ, പാൻറ്റ്, ഷർട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ എല്ലാവർക്കും കൂടെ വന്ന എല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് എടുക്കുമല്ലോ, റിലേറ്റീവ്സിനൊക്കെ എടുക്കും. കൂട്ടത്തിൽ എനിക്കും വാവയ്ക്കും മോനും കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാവരും
അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. നമുക്ക് ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റേതാണല്ലോ, അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള. അപ്പോൾ നമ്മൾ അവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ്. ഓക്കെ, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടേക്ക് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഒരുപാട് സ്റ്റാഫിന് ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോരാണേ. നമ്മളെങ്ങനെ തിരിച്ചു പോകുന്നു. കഴിഞ്ഞു. ശ്രുതിയുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളെ പേര് രഖിൽ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബാലുശ്ശേരി വരെ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാലുശ്ശേരി നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് വെഡ്ഡിങ്ങിൻ്റെ ചെരുപ്പ് നോക്കണമെന്നാണ് നമ്മൾ കുറേ അത് നോക്കി, എവിടെയും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് കോഴിക്കോട് SM സ്ട്രീറ്റുള്ളപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങാൻ തീരുമാനിച്ചു. പിന്നെ അവിടുന്ന് ഒരു ഷവർമയും ചെറുതായിട്ടൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ആൾ തിരിച്ച് പോയി കേട്ടോ. അവർക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലായിരുന്നു, നമ്മുടെ മാത്രം എടുത്ത് നമ്മളെ തിരിച്ചു വിട്ടതാണ്. അവർക്ക് ഇനിയും സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് കാരണം അവർ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോയി. നമ്മൾ ബാലുശ്ശേരിയിൽ നിന്ന് ബസ് കയറി ശ്രുതിയും വാവയും ശ്രുതീൻ്റെ വീടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവർ തിരിച്ചു പോകും. ഞാനും മോനും നേരെ ബസ്സിൽ എന്താ പറയുക കക്കോടി വന്ന് ഇറങ്ങി. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പെട്ടെന്ന് എത്താമല്ലോ. പിന്നെ വാവേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാവയ്ക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്, കുറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അവന് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടല്ലോ, എനിക്കും അറിയില്ലല്ലോ. ഞാനും പഠിച്ചു തരികയാണ്, അവനും പഠിച്ചു തരികയാണ്. അപ്പോൾ അവൻ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് എന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആരോ വന്നപ്പോൾ ചടപ്പായി പോയി കൈമന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിർത്തിയതാണ് കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ കക്കോടി എത്തിയപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷവർമ്മ പാർസൽ വാങ്ങി. പിന്നെ അമ്മയും അച്ഛനും വേങ്ങേരി പോയത് കാരണം അവരൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു രാവിലെ, അല്ല ഉച്ചയ്ക്ക് ഒന്നും ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങി നമ്മൾ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞാനും മോനും ഷവർമ്മ കഴിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നാളെ മുതൽ നമുക്ക് നോൻപ് തുടങ്ങുകയാണ്. നമ്മൾ അമ്പലത്തിലെ ഉത്സവം വരാനായല്ലോ, അപ്പോൾ നാളെ മുതൽ നോൻപ് തുടങ്ങുകയാണ്. 14 ദിവസത്തെ നോൻപാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കാം. നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് നോൻപെടുക്കാം. അപ്പോൾ ഒരു വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. എൻ്റെ കണ്ണും മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്രമാത്രം ക്ഷീണിച്ചു പോയി. ഇതുണ്ടോ വാച്ച്, ഞാനതിൻ്റെ ചെയിൻ കട്ട് ചെയ്തിട്ടോ. അപ്പോൾ എനിക്ക് പാകമായി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുക്കാം. കണ്ടോ. പിന്നെ നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് ബാലുശ്ശേരി പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർത്ത് പിന്നെ അവർ അവിടുന്ന് ഒരുപാട് ദൂരം പേരാമ്പ്രയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറ്റ്യാടിയിൽ നിന്ന് നമ്മളെ കൂട്ടാനായിട്ട് ബാലുശ്ശേരി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി, ബസ്സിന് പോയി. അവിടേക്ക് കൂട്ടാൻ വന്നിട്ട് പിന്നെ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും നമ്മളെ ബാലുശ്ശേരി ഇറക്കി തന്നു കേട്ടോ. അതിൽ നമ്മൾ ഫുഡ് നമുക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയുക, വെഡ്ഡിങ് സെൻറ്ററിൻ്റെ വകയായിട്ട് തന്നെ ഫുഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ നമ്മൾ ബാലുശ്ശേരിയിൽ നിന്ന് സിമ്പിളായിട്ട് ചെറുതായിട്ട് ഷവർമ്മയും അതേപോലെ ഒരു ലൈമും കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. അവർ വീട്ടിലേക്ക് പോയിട്ട് വാവയും അനിയത്തി വീട്ടിലേക്ക് പോയി, ഞാനും മോനും പിന്നെ ബസ്സിൽ ഇറങ്ങി കക്കോടി ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് നമുക്ക് വീട്ടിലേക്ക് സാധനം വാങ്ങാണ്ടിരുന്നത് വാങ്ങി കുറച്ച് നേരം ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതൊക്കെ വന്ന് അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ഒന്ന് കിടന്നാൽ മതി, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. കാരണം പുറമേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടും ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഭയങ്കര തണുപ്പുമാണല്ലോ AC ചെയ്ത് തന്നെ. അപ്പം ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ ഉറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്താ പറയുക ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി, അതന്നെ വലിയ സന്തോഷം.
അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനിയും കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റ.